കോഴിക്കോട് കക്കോടിയിൽ അല്പസമയം മുൻപ് സംഭവിച്ച ഒരു അപകട വാർത്തയിലേക്കാണ്. മതിലിടിഞ്ഞ് വീടിന്റെ നിർമ്മാണത്തിലിരുന്ന മതിലിടിഞ്ഞ് അതിഥി തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളിയാണ് മരിച്ചത്. മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘ, എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? നിർമ്മാണത്തിലിരുന്ന മതിലാണോ ഇടിഞ്ഞത്? ഇവർ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിർമ്മാണ സ്ഥലത്ത്. എങ്ങനെയാണ് കാര്യങ്ങൾ? വിനുഷ, നിർമ്മാണത്തിൽ ഇരുന്ന മതിലല്ല ഇടിഞ്ഞു വീണത്. അതായത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഒരു വീടിൻ്റെ നിർമ്മാണം നടക്കുന്നു. അതിനോട് ചേർന്ന് കല്ലുകൾ കൊണ്ട് ഇവിടെ മതിൽ കെട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തെ വീടിൻ്റെ സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ മതിൽ ഇടിഞ്ഞ് ഈ തൊഴിലാളികളുടെ മേൽ പതിക്കുകയായിരുന്നു. ഒഡീഷ സ്വദേശിയായ മാഞ്ചിയാണ് ഇതിനകത്ത് പെട്ടത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെ ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ കോൺക്രീറ്റ് പാളിയാണ് ഈ തൊഴിലാളികളുടെ ശരീരത്തിലേക്ക് പതിച്ചത്. ഇതിനുള്ളിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ സമയം എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്തെത്തിച്ചത്. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെയും ഫയർഫോഴ്സിനെ വിളിച്ചതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഈ പാളി മാറ്റിക്കൊണ്ടാണ് ഈ പരിക്കേറ്റ ഈ മാഞ്ചിയെ പുറത്തെടുത്തത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ അപകടം നടക്കുന്ന സമയം ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, പ്രദേശവാസി, എനിക്കൊപ്പം ചേരുന്നു. ചേട്ടൻ്റെ പേരെന്താണ്? രമേശൻ. ഇതെങ്ങനെയാണ് ഈ അപകടം നടന്നത്? കാരണം ഈ നിർമ്മാണം നടക്കുന്ന മതിലല്ല, അതിനപ്പുറത്തെ മതിലാണ്. അതായത് ഈ കെട്ട്, ഇപ്പുറത്തെ കെട്ട് അവർ കിള എടുത്തിരുന്നു. ഈ കിള എടുത്തപ്പം ആ കെട്ടിന് എൻ്റെ താഴത്തേക്ക് വന്നു. അന്നേരം അതിന് ഉറപ്പില്ല. അങ്ങനെ ആണ് ഇത് സംഭവിച്ചത്. ഈ തൊഴിലാളികൾ അതിനടിയിൽപ്പെട്ടു, പൂർണ്ണമായി ഒരാൾ അതിൽ പൂർണ്ണമായും അടിയിൽപ്പെട്ടു. ഒരാൾ മലയാളി സാറിന് അവർക്ക് ഊരയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ സ്ഥലത്ത് ഇവിടെ എത്തി. അപ്പം ഭിത്തിൻ്റെ ചോട്ടിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഒരു കൈ പുറത്തുണ്ടായിരുന്നു. ഇപ്പോഴും അപകടാവസ്ഥയുണ്ടല്ലോ, അതുകൊണ്ടാണ്. അതെ, ഒരു കൈ പുറത്തായിരുന്നു. ആ കൈ മാന്തി എന്നെ കൂടി ഇതാക്കി. ഞങ്ങൾ നാട്ടുകാർ ശ്രമിച്ചു നോക്കി, ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതോടുകൂടി പിന്നെ ഫയർഫോഴ്സ് വന്ന് ഞങ്ങൾ നാട്ടുകാർ സാറിനും ഫയർഫോഴ്സിൻ്റെ സാറിനും കൂടി ആ സ്ലാബ് പൊന്തിച്ച് അദ്ദേഹത്തെ പുറത്തെടുത്തു. ശ്രമകരമായിരുന്നു പുറത്തെടുക്കാൻ. വലിയ പാളിയാണ്. ഒരു 3/4 മണിക്കൂർ എന്തായാലും പുറത്തെടുക്കാൻ 3/4 മണിക്കൂറായിട്ടുണ്ട്. എത്ര തൊഴിലാളികൾ സമയത്തുണ്ടായിരുന്നു? ആ സമയം 3 തൊഴിലാളിയാണ് ഉള്ളത്. അപ്പോൾ ഒരു തൊഴിലാളിക്ക് ഊരിക്ക് പറ്റുകയും ചെയ്ത് ഒരു തൊഴിലാളി പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ തൊട്ടടുത്തൊരു മതിൽ കെട്ടിയത് മാത്രമാണോ ഈ അപകടം? മറ്റെന്തെങ്കിലും പ്രശ്നം? വേറെ ഒരു പ്രശ്നമില്ല. ഈ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് കിള എടുത്തിരുന്നു. അത് ആഴത്തിലായതിനെ കൊണ്ട് മഴയും പെയ്തല്ലോ. അപ്പോൾ മറ്റേ കെട്ടിന് ഉറപ്പ് കുറഞ്ഞു. അങ്ങനെ എത്ര നാളായിട്ട് ഇവിടെ ഈ ജോലി നടക്കുന്നുണ്ട്? ഇവിടെ ഇപ്പോൾ മതിലിൻ്റെ ജോലി ഇപ്പോൾ ഒരാഴ്ച പോലെയായി ഇവിടെ നടക്കുന്നത്. പിന്നെ കക്കൂസിൻ്റെ ടാങ്ക് ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് കുഴിച്ചത്. പിന്നെ മണ്ണ് പുതർന്ന് നിൽക്കുകയാണല്ലോ, അങ്ങനെയാണ് സംഭവിച്ചത്. ഏതായാലും മിനിഷ, ഈ പ്രദേശവാസി പറയുന്നത് പോലെ തന്നെ ഈ മതിൽ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണ് കുഴിച്ചപ്പോൾ അത് ഏറ്റവും അടിയിലേക്ക് പോയിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടാണ് മറ്റേ മതിൽ ബലക്ഷയം സംഭവിച്ചുകൊണ്ട് അടർന്ന് വീണത് എന്നതാണ് പ്രദേശവാസി പറയുന്നത്. വലിയ ശ്രമകരമായിരുന്നു അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ളൊരു ദൗത്യം എന്നത്. കാരണം വലിയ കോൺക്രീറ്റ് പാളിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പതിച്ചത്. ഇപ്പോഴും അപകടാവസ്ഥയിലാണ് ഈ മതിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്ഥലത്തിപ്പോഴും പോലീസൊക്കെ തന്നെയും ഉണ്ട്. അല്പസമയം മുൻപ് ഈ അപകടത്തിൽ പെട്ട ഒഡീഷ സ്വദേശിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. മറ്റു പരിക്കേറ്റ ആളുടെ നില ഗുരുതരമല്ല, അത് വലിയ ആശ്വാസം നൽകുന്നു. ഇപ്പോഴും വലിയ ഈ അപകടം എന്നത് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് മതിലും മറ്റൊരു ഭാഗത്ത് കല്ലുകൊണ്ടുണ്ടാക്കിയ മതിലുമായിരുന്നു. ഈ നിർമ്മാണം നടക്കുന്ന വീട് എൻ്റെ പുറകിൽ കാണാം. ഈ വീടിൻ്റെ മതിലിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മതിലല്ല പൊട്ടി വീഴുന്നത്, തൊട്ടപ്പുറത്തെ വീടിൻ്റെ മതിലാണ് പൂർണ്ണമായും പൊട്ടി ഈ ഒഡീഷ സ്വദേശിയായ തൊഴിലാളിയുടെ ശരീരത്തിലേക്ക് പതിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യത്തിൻ്റെ, അതായത് ഈ അപകടത്തിൻ്റെ ഏറ്റവും വലിയ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ വലിയ കോൺക്രീറ്റ് പാളികൾ പൂർണ്ണമായും പൊട്ടിക്കിടക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ പ്രദേശവാസി തന്നെ പറയുന്നുണ്ട്, വലിയ ശ്രമകരമായിരുന്നു അദ്ദേഹത്തെ പുറത്തെടുക്കുക എന്നുള്ളൊരു ദൗത്യം. വലിയ മതിൽ തന്നെയാണ്, പൂർണ്ണമായും മഴയുണ്ടായിരുന്നു. മഴ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ തന്നെയും കുതിർന്നു നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഈ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞ് ഈ തൊഴിലാളിയുടെ ശരീരത്തിലേക്ക് പതിച്ച് വലിയ അപകടമുണ്ടായിരിക്കുന്നത്. വിൻഷ.